നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ വീഡിയോ അതായത് 4/6/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 262, RSS 5 കിലോ 259, ISN 20 209, ലാറ്റക്സ് 60% DRC 166 രൂപ 95 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 262, RSS 5 കിലോ 259. ഇതാണ് രാവിലത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249. കേരളത്തിലെ മറ്റിനം ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 254, ലോട്ട് കിലോ 212 മുതൽ 217. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 154, 60% DRC ഒട്ടുപാൽ കിലോ 115 രൂപ 50 പൈസ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 257, RSS 4 256 രൂപ 50 പൈസ, RSS 5 249, ലോട്ട് കിലോ 214. ഒട്ടുപാൽ നോക്കുമ്പോൾ 150 വരെ. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 230, ഫാക്ടറി വില 240. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 211,500, 30% DRC ഉള്ള 213,800, 35% DRC ഉള്ള 216,100, 40% DRC ഉള്ള 18,400. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 254, RSS 5 കിലോ 251, ISN 20 208 മുതൽ 209. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 148 വരെ. ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 14,320, ഒരു ഭവൻ 1,14,560. ഇന്നലെയും മെനഞ്ഞാന്നും സ്വർണ്ണവില നിശ്ചലമായത് സെയിം മാറ്റമില്ലാതെ തുടരുന്നു. ഈ കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് കാർബിളിൽ കിലോ 721, അൺകാർബിളിൽ കിലോ 703, പുതിയത് 693. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ. അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 330. എന്തായാലും ഓപ്പറേഷൻ തുഫാൻ വഴി നിരവധി മയക്കുമരുന്നുകൾ, പാൻ മസാല ഒക്കെ പിടിക്കപ്പെടുകയാണ്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയ വേരോടെ വിഴുതെറിയാൻ വേണ്ടി UDF സർക്കാർ ആരംഭിച്ച ലഹരിവിരുദ്ധ ദൗത്യമാണ് ഓപ്പറേഷൻ തുഫാൻ. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ഈ പദ്ധതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന സിന്തറ്റിക് ലഹരി മേഖലകളെ തകർക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, DJ പാർട്ടികൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. ഇടപാടുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പോലീസിനെ രഹസ്യമായി വിവരം അറിയിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങളും പ്രത്യേക മൊബൈൽ ആപ്പുകളും ഒരുക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ആൾക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവർ വഴുതി പോകരുത് അവരുടെ ജീവിതത്തിൽ നിന്ന്. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാവുന്നു.